ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡാണ് പറയുന്നത്. കേൾക്കാത്തവർക്കും കാണാത്തവർക്കും വേണ്ടി മാത്രമുള്ള റിവ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അനുമോളെ അലോക് വന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അലോക് പലതവണ വിളിക്കുകയാണ്, അനുമോളെ പുറത്തോട്ട് വാ, നമുക്കൊന്ന് സംസാരിക്കണമെന്ന്. അങ്ങനെ അനുമോള് അവസാനം അലോകിൻ്റെ നിർബന്ധപ്രകാരം പുറത്തേക്ക് ചെല്ലാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അലോക് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്നെ നമുക്ക് മാറി എങ്ങോട്ടെങ്കിലും പോയിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൂരോട്ട് എവിടെയെങ്കിലും പോയാലോ, ഇവിടെ നമുക്ക് മുങ്ങിയാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അനുമോൾ അത് സമ്മതിക്കണില്ല. ഇവിടെ ഫംഗ്ഷൻ നടക്കുമ്പോൾ എന്നെ എല്ലാവരും അന്വേഷിക്കുമല്ലോകെ, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ആരും കാണാനൊന്നും പോകുന്നില്ല, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, അല്പനേരം സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ട് പോയി സംസാരിച്ചിട്ട് വരാം, ഒരല്പം ദൂരോട്ട് പോയിരുന്ന് സംസാരിച്ചിട്ട് ഫംഗ്ഷൻ തീർന്നു വൈകിട്ട് വരാം, അതല്ലേ ഞാൻ വിളിച്ചത് എന്ന് പറയാം കേട്ടോ. ആദ്യമൊന്നും അനുമോൾ സമ്മതിക്കുന്നില്ലെങ്കിലും അവസാനം അലോകിൻ്റെ നിർബന്ധപ്രകാരം ശരി എന്നാൽ പിന്നെ പോവാം എന്നും പറഞ്ഞ് കൂടെ പോകാൻ തയ്യാറാവുകയാണ് കേട്ടോ. ആ സമയത്ത് കണ്ണൻ ഇതെല്ലാം മാറി നിന്ന് കാണുവാണല്ലോ. അങ്ങനെ കണ്ണൻ ഇടപെടുന്നുണ്ട് അതിനിടയ്ക്ക്. എന്നിട്ട് അലോകിൻ്റെ അടുത്തേക്ക് വന്നു, എടാ അലോകേ നീയായിരുന്നോ എന്ന് പറഞ്ഞങ്ങ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളിനെ പോലെ സംസാരിക്കാൻ കേട്ടോ. അലോകാണെങ്കിൽ അന്തം വിട്ട് പോവാണ്. നീ ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ. ആര് പറഞ്ഞു നിനക്ക് എന്നെ മനസ്സിലായില്ലെന്ന്? അപ്പോൾ അനുമോള് ചോദിക്കുന്നുണ്ട് ആരാന്ന്. എനിക്കറിയില്ല ഇയാൾ ആരാന്ന്. അപ്പോൾ കണ്ണൻ പറയണ, എടാ നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ, നിനക്ക് എന്നെ ഇത്ര വേഗം മറന്നുപോയോ? പണ്ടേ നീ വലിയ മറവിക്കാരിയാണല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അനുമോളെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ഇതാരാ? അത് നിൻ്റെ ഫ്രണ്ട് വല്ലതുമാണോ? അതെ എൻ്റെ ഫ്രണ്ടാ. എന്നാൽ ഫ്രണ്ട് ഒരു കാര്യം ചെയ്യും, പൊക്കോ, ഞാൻ ഇവനോട് കുറച്ച് നേരം സംസാരിച്ചോട്ടെ, ഒത്തിരി നാൾ കൂടി ഇവനെ കാണുന്നതാ എന്ന് പറയുമ്പോൾ അനുമോൾ പോകാൻ മടിക്കാട്ടോ. അപ്പോൾ വീണ്ടും കണ്ണൻ ആ പേര് പറഞ്ഞങ്ങ് വിളിക്കുക, അനുശ്രീ പൊക്കോ എന്ന് പറയാം. അയ്യോ എൻ്റെ പേരെങ്ങനെ അറിയാം? അപ്പോൾ ഉടനെ അലോകം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അവളുടെ പേരറിയാം? അതൊക്കെ അറിയാം, എല്ലാം അറിയുന്നവനാണ് ഞാൻ എന്നിങ്ങനെ പറയണ്ട. എന്നിട്ട് പറയാം, നിൻ്റെ കൂട്ടുകാരനല്ലേടാ ഞാൻ, അപ്പോൾ എനിക്ക് ഈ കുട്ടിയെ അറിയാതിരിക്കോ? മോൾ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. അങ്ങനെ അനുമോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നുള്ളൂ. എന്നിട്ട് അലോകിന് അങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യ. അലോക് പറയണ്ട, നീ ആരാടാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കാൻ? നീ എപ്പോഴാടാ എന്നോട് പഠിച്ചത്? നീ ഏത് ബാച്ചിലാണ് പഠിച്ചത്? ഏത് വർഷമാണ് പഠിച്ചത്? പറയടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അവസാനം കണ്ണൻ പറയുന്നുണ്ട്, അതെ ഞാൻ ഏത് ബാച്ചിലാണ് പഠിച്ചത്, ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്, ഇതൊക്കെ നിനക്ക് അറിയണമല്ലേ, അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. പിന്നെ അളിയാ, നിന്നെ കണ്ടിട്ട് എന്നെ എത്ര കാലമായി, കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനില്ലേ, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താണ്. എന്നിട്ട് പറയണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നതിന് മുമ്പേ നിനക്ക് ഒരു പണി തരാനുണ്ട് എന്നും പറഞ്ഞ് നേരെ അവിടെ ഇരുന്ന് കുറേ കസേരകളെടുത്ത് തലയിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ഇത് നീ പിടിക്കുക, ഇതൊന്നും എനിക്ക് അവിടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതൊക്കെ ചെയ്യാൻ അവിടെ വേറെ ആളുണ്ട്, നിൻ്റെ കൊച്ചിൻ്റെ കല്യാണം അല്ലേ, അതുകൊണ്ട് നീ ഇത് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല, പിടിക്കടാ എന്നും പറഞ്ഞ് തലയിൽ വെച്ചിട്ട് ആലോകിനൊരു ഒറ്റ കറക്കുന്നുണ്ട് കേട്ടോ. ആലോകി കസേരയായിട്ടിപ്പോൾ ഒരുപാട് നേരം കറങ്ങാണ്, തല ചുറ്റി പോകുന്നവരെ കറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് കണ്ണനെ കാണുന്നില്ല. കണ്ണൻ അവിടെ നിന്ന് മുങ്ങാട്ടോ. എന്നിട്ട് മാറി നിന്നതൊക്കെ കണ്ട് രസിക്കുകയാണ്. ആലോക് ആകെ ചമ്മി നാറി തിരിച്ച് അകത്തേക്ക് കയറി പോവേണ്ട ഗതി വരുവാട്ടോ. അതുപോലെ ദേവിയും കുറച്ച് ആശ്വാസത്തിൽ നിൽക്കുമായിരുന്നു. എന്തായാലും ഹോട്ടൽ മാനേജർ എന്നെ കണ്ടില്ലല്ലോ എന്ന് അങ്ങനെ ആശ്വാസത്തിൽ നിൽക്കുന്ന സമയത്ത് അയാൾ മുമ്പിൽ തന്നെ വന്ന് പെടുന്നുണ്ട്. അങ്ങനെ അയാളുടെ മുന്നിലെ ദേവി പെട്ടു പോകുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ശ്രീദേവി അല്ല എന്തു പറ്റി? എന്തായാലും കുട്ടി അവിടുന്ന് ജോലി നിർത്തി പോയതിന് ശേഷം ഇനി പിന്നീട് കാണാൻ പറ്റില്ലെന്നാണ് വിചാരിച്ചെല്ലാം കണ്ടതിൽ സന്തോഷം. ധർമ്മനാണെങ്കിൽ നല്ലൊരു പാവമാവൻ, അവൻ കിട്ടുന്ന സമ്മാനങ്ങളും പണങ്ങളും ഒക്കെ കുട്ടിക്ക് തരണമെന്ന് അവന് തോന്നിയില്ലേ, അതൊരു നല്ല കാര്യമല്ലേ? അതൊക്കെ പോട്ടെ, കൊച്ചിൻ്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? പ്രാന്തൊക്കെ മാറിയോ? അമ്മ കിടപ്പിലല്ലായിരുന്നോ? അതൊക്കെ മാറിയോ? അനിയൻ്റെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ദേവി എല്ലാത്തിനും തപ്പിയും തടഞ്ഞും ഒക്കെ മറുപടി പറയാണ്. അത് കഴിഞ്ഞിട്ട് ദേവി ഇത് ചോദിക്കണം, എന്തായാലും കുട്ടി അതൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു, ധർമ്മൻ എന്നോട് പറഞ്ഞു കുട്ടി ചെന്നിരുന്നു എന്ന്. ഞാനോ? കുട്ടി ധർമ്മൻ്റെ അടുത്തേക്ക് ചെന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ദേവിക്ക് മനസ്സിലാവണത്, എനിക്ക് പകരം ഇവിടെ വേറെ ആരോ ആ ഹോട്ടൽ ജീവനക്കാരിയായിട്ട് അവതരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതാരാന്നറിയില്ല. അപ്പോൾ ഇയാൾ വീണ്ടും പറഞ്ഞിട്ട്, എന്തായാലും കുട്ടിയുടെ കടങ്ങളും ഇതൊക്കെ മാറാൻ ഉള്ള ഇതായിട്ടുണ്ട്, അതുകൊണ്ട് വിഷമിക്കണ്ട, എന്നാലും ഒരു വാക്ക് പോലും പറയാണ്ടല്ലേ അന്ന് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അതെന്തായിരുന്നു പ്രശ്നം? അത് വേറൊന്നുമില്ല, എൻ്റെ അച്ഛനെ എടുത്ത് കിണറ്റിലേക്ക് എടുത്ത് ചാടി എന്ന് പറയാട്ടോ. രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടിയ ഓട്ടമായിരുന്നു എന്നൊക്കെ കള്ളം പറയാണ് ദേവി. അത് ശരി, ഈ മാനേജർ അതെല്ലാം വിശ്വസിക്കുകയാണ്. എന്നിട്ട് മാനേജർ പറയേണ്ട, എന്തായാലും അവിടെ ധർമ്മൻ്റെ അടുത്ത് പോയി കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധർമ്മൻ കണ്ടു, പൈസയൊക്കെ ഫംഗ്ഷൻ കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞല്ലോ, എനിക്കും സന്തോഷമായെന്ന്. അങ്ങനെ മാനേജർ അങ്ങോട്ട് പോവാണ്. അപ്പോൾ തന്നെ ദേവി ആലോചിക്കുന്നുണ്ട്, ഈശ്വര എനിക്ക് പകരം ആരാണ് ഇതിനൊക്കെ വന്ന് നിൽക്കുന്നത് കണ്ടുപിടിക്കണമല്ലോ എന്ന്. അപ്പോൾ കണ്ണൻ അതിലേ വന്നിട്ട് ബാലനോട് ഗോമതിയോട് സംസാരിക്കണുണ്ട്. അപ്പോൾ ബാലൻ ഗോമതിയോട് ഈ നന്ദനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും കൂടി പറയാണ്, ഗോമതി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഇവൻറ്റ് മാനേജ്മെൻറ്റിലെ ഒറ്റയ്ക്ക് ഒരു പയ്യനാ ചെയ്തതെന്ന്, അതാണ് ഈ
നന്ദൻ എന്നും പറഞ്ഞ് അടുത്തേക്ക് വിളിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. കാണുമ്പോൾ തന്നെ ഗോമതിക്ക് കണ്ട ഒരു പരിചയം തോന്നുക. കാരണം നേരത്തെ മിത്രയുടെ ആര്യൻ്റെയും കല്യാണ സമയത്ത് വെച്ച് കണ്ടിരുന്നല്ലോ ഈ നന്ദനെ ഗുരുവായൂർ വെച്ച്. അപ്പോൾ ആ ഒരു ഓർമ്മയൊന്നും തിരിച്ചെടുക്കാൻ ഗോമതിക്ക് പറ്റുന്നില്ല. പക്ഷേ എവിടെയോ കണ്ടൊരു ഓർമ്മ അത് കണ്ണനോട് പറയാം. അപ്പം നന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ ഓരോ പൂർവ്വജന്മത്തിലെ ഓരോ ഇതാണ്, അതുകൊണ്ട് മുൻജന്മ സുഹൃത്തുവെന്ന് വേണം പറയാൻ. ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമാണ്. എന്നെ എന്തായാലും കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയല്ലോ, എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അതെല്ലാം അവരുടെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം കഴിയുമ്പോൾ തന്നെ അവിടെ സ്റ്റേജിൽ ഇരിക്കുകയാണ് നമ്മുടെ ധർമ്മൻ. അപ്പോൾ ധർമ്മൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഒരുപാട് സമ്മാന പൊതികളും പൈസയും ഒക്കെ ഓരോരുത്തർ കൊണ്ടു തന്നു, ഇതിപ്പോൾ ഒരു ബാഗിലാക്കി സൂക്ഷിക്കണം, എന്നിട്ട് ആ കൊച്ചിന് കൊടുക്കണം. അത് ഇങ്ങനെ ഇട്ടുന്ന പറ്റത്തില്ല, ആരെയോ ഒന്ന് ഏൽപ്പിക്കുക. നോക്കുമ്പോൾ ദേവി അവിടെ നിന്ന് ആരെയോ വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം പേടിച്ച് നിൽക്കുകയാണ്, ആരെങ്കിലും പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ എന്താവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് ധർമ്മൻ പുറകെ ചെന്ന് ആ തോളിൽ അങ്ങോട്ട് പിടിക്കുന്നുണ്ട് ദേവി എന്ന് പറഞ്ഞു. ദേവി ഞെട്ടി തിരിഞ്ഞ് നോക്കുക. എന്നിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് സാഹചര്യം വന്നപ്പോൾ ഞാൻ ജോലി നിർത്തിപ്പോയതാണ്, അല്ലെങ്കിൽ ജോലിക്ക് കയറി എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധർമ്മം ചോദിക്കുന്നത്, എന്താ നീ ഇങ്ങനെയൊക്കെ പറയണത്, ജോലി രാജിവെക്കുന്ന കാര്യമൊക്കെ എന്താ പറ്റി? അയ്യോ മാമനായിരുന്നോ, ഞാൻ വേറെ എന്തോ ഉദ്ദേശിച്ച് പറഞ്ഞതാ. ഇല്ല നീ പറഞ്ഞെന്താ സത്യം പറ. അല്ല ഈ IT കമ്പനിയുടെ ജോലിയെക്കുറിച്ചാണ് പറയുന്നത്, എന്താ കാര്യം, നീ ജോലി നിർത്തുവാണോ എന്നൊക്കെ ചോദിച്ച് ധർമ്മൻ വിടുന്നില്ല കേട്ടോ. അവസാനം അവിടെ നിന്നും ദേവി എന്തൊക്കെയോ പറഞ്ഞ് തടി തപ്പുവാണ്. ദേവിയോട് പറയുന്നത്, ദേവി എൻ്റെ ഈ പൈസയും ഈ കിട്ടിയ സമ്മാന പൊതികളും എല്ലാം ഞാൻ ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട കുമ്പേങ്കൊച്ചിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ കുട്ടി ഇവിടെ വന്നിരുന്നു, എന്നെ കണ്ടു, സംസാരിച്ചു, ഇവിടെ എവിടെയോ ഉണ്ട് അവൾ. അപ്പോൾ ദേവി വീണ്ടും അന്തം വിട്ട് പോവാ. മാമനെ വന്ന് കണ്ടോ? അതെ, നീ എന്നെ പറ്റിച്ചില്ലേ, നീ എന്നെ എന്താണ് പറഞ്ഞത്, ആ കൊച്ചിൻ്റെ നമ്പർ ഇതാ, IT കമ്പനിയിൽ പോയി കമ്പ്യൂട്ടറിൽ നമ്പർ അടിച്ചാൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്, എന്നിട്ട് നീ അത് കണ്ടുപിടിച്ചോ? ഇല്ലല്ലോ, ദേ ആ കൊച്ചി വിളിച്ചിരുന്നു എന്ന് ഇങ്ങോട്ട്, എന്നിട്ട് ആ കൊച്ചി ദേ വരികയും ചെയ്തു, ഞാൻ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു, നീ ഈ ക്യാഷും എല്ലാം കൂടെ ഒരു കവറിലാക്കി സൂക്ഷിച്ച് വെക്കുക, നമുക്കതിന് കൊടുക്കണം എന്നെല്ലാം പറയുമ്പോൾ ദേവി പറയുന്നത് ശരി മാമാന്ന് പറയണമെങ്കിലും ദേവി വിചാരിക്കുക, അങ്ങനെ അങ്ങ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഈ കാശ്? എല്ലാം കൂടെ കവറിലൊക്കെ ആക്കി പാക്ക് ചെയ്ത് ബാലച്ചൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കണം, എന്നിട്ട് ഈ വന്ന് നിൽക്കുന്നത് ആരാന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ ദേവി ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ ശ്രീകല മനസ്സിലാക്കുകയാണ്. കാരണം ശ്രീകല ആരും അറിയാണ്ടാണല്ലോ ശ്രീകല ഉദയഭാനു അവിടെ വന്നത്, ദേവി പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദേവിക്ക് മനസ്സിലായിന്ന് ഉദയഭാനുവിനോട് പോയി പറയാം കേട്ടോ, നമുക്കിനി ഇവിടെ നിന്നാൽ പറ്റത്തില്ല കേട്ടോ, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. കാരണം ദേവി മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവിടെ ആ ഹോട്ടൽ ജീവനക്കാരിയായിട്ട് ഒരുത്തി അവതരിച്ചിട്ടുണ്ട്, ധർമ്മനോട് പോയി സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ ദേവി മനസ്സിലാക്കി. അവൾ ആരാണ്, ലാലിയെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാം. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, അതൊന്നും നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ മാനേജ് ചെയ്യാതെ ഇടി, അവസാന അടവായിട്ട് ഞാൻ ദേവിയോട് തന്നെ ചില കാര്യങ്ങളങ്ങ് പറയും, അപ്പോൾ അവൾ അതെല്ലാം മിണ്ടാതിരുന്നോളും. അവസാന അടവ് ഞാൻ എടുക്കും. എന്താണ് നിങ്ങളുടെ അവസാന അടവെന്ന് ചോദിക്കുമ്പോൾ അയാൾ അതൊന്നും മിണ്ടുന്നില്ല, പക്ഷേ അത് ഞാൻ സസ്പെൻസായിട്ട് നിന്നോട് പറയാമെന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഇതെല്ലാം കണ്ണൻ അവിടെ നിന്ന് കാണുകയാണ്. പിന്നെ ദേവി മാറി ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാവരും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ണൻ കാണാൻ കേട്ടോ. ദേവിയുടെ മുന്നിലേക്ക് ചെന്ന് ചാടുന്നുണ്ട് കണ്ണൻ, കാരണം ദേവിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് നാളെ വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.